ഇടതിക്ക, താനെന്താ ഒറ്റയ്ക്കൂടെ കറങ്ങി നടക്കുന്നത്? താൻ പത്രമൊന്നും വായിക്കാറില്ലേ? ആ കഷായം രേഷ്മ ഇതുവഴി എങ്ങാനും വന്നാലുണ്ടല്ലോ, ഒരു കുപ്പി കഷായം തനിക്ക് തരുമോളൂ, അതുറപ്പാണ്. എന്റെ പൊന്നു മാഷെ, ഇപ്പൊ കാലം മാറി, പണ്ടത്തെ പോലെയൊന്നുമല്ല. ചെക്കന്മാർക്ക് പണി കൊടുക്കാൻ വന്നാല് പണ്ട് ചെക്കന്മാർക്കായിരുന്നു പണി. ഇലമുള്ളിൽ വന്ന് വീണാലും മുള്ളിലയിൽ വീണാലും അത് കേടുന്നും ചെക്കനായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, കാലം മാറി എന്റെ മാഷേ. ഇപ്പം ഗവൺമെന്റും നിയമവും ചെക്കന്മാരെ പക്ഷത്ത് നിന്ന് തുടങ്ങിയെന്നേ. മാഷ് പത്രമൊന്നും വായിക്കാറില്ലേ? ആ കഷായം ഇപ്പോ വധശിക്ഷയും കാത്ത് ജയിലഴികൾ കാത്തു കിടക്കുക. ഉടനെ തന്നെ അവളുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിഞ്ഞത്. ഞാനതൊക്കെ അറിഞ്ഞടവേ, ഞാൻ നിന്നെ ഒന്ന് വിരട്ടാൻ നോക്കിയതല്ലേ. കഷായ രേഷ്മ വധശിക്ഷയൊക്കെ വിധിച്ചത് ശരി തന്നെ. പക്ഷെ അവള് കോടതിയിലും നിയമത്തിനുമൊക്കെ കഷായം കൊടുത്ത അവരെയൊക്കെ തട്ടി രക്ഷപ്പെടുന്നേ. അവൾ ആരാ മുകളിൽ? ഒരു കുപ്പി കഷായം ഉണ്ടെങ്കിൽ അവൾ ഈ നാട് ഭരിക്കും. റാങ്ക് ഹോൾഡറല്ലേ, പിന്നെന്തോ ആയിക്കൂടാ. അവളായി അവളെ നാടായി. കുറെ കാശും കുറച്ച് ചന്തവും കുറച്ച് ബുദ്ധിയും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ആർക്കും ചെയ്യാം.